ഹലോ ഗൈസ്, എല്ലാവർക്കും ഹൈറ്റ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു നമ്മുടെ യൂട്യൂബ് റവന്യൂ എത്ര കിട്ടിയെന്നൊക്കെ ഇത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി വന്നേക്കുന്നത് കേട്ടോ. നമ്മളെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ നമുക്ക് എല്ലാ യൂട്യൂബേഴ്സും എന്താ പറയുന്നത്, ഇതിന്റെ ഇടയ്ക്ക് ഇത്രത്തിന്റെ ഇടയ്ക്ക് 10,000 20,000 ഇടയ്ക്ക് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെയല്ല, നമുക്ക് കിട്ടിയ എക്സാക്ട് എത്ര റവന്യൂ നമുക്കിത് കാണിക്കാൻ പറ്റുമെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ, ലീഗലാണോന്ന് പോലും. അപ്പം നമുക്ക് കിട്ടിയ എക്സാക്ട് റവന്യൂ എത്രയാണ്, അതായത് 1000 ഷോർട്സ് വ്യൂസിന് എത്ര റവന്യൂ കിട്ടുന്നുണ്ട്, 10,000 ഷോർട്ട് വ്യൂസിന് എത്ര കിട്ടിയിട്ടുണ്ട്, മാക്സിമം എനിക്ക് എത്ര മാക്സിമം കിട്ടിയ ഷോർട്ട് വ്യൂസ് എത്രയാണ്, അതിനകത്ത് നിന്ന് എത്ര കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ സെയിം ലോങ് വീഡിയോ 1000 ഇത് വ്യൂസ് വരുന്ന ഈ ലോങ് വീഡിയോയ്ക്ക് എത്ര റവന്യൂ കിട്ടും, 10,000 കിട്ടുമ്പോൾ എത്ര കിട്ടും, പിന്നെ നമ്മുടെ ഏറ്റവും മാക്സിമം എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ട്, അതിന് എത്ര റവന്യൂ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് കാര്യം എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ വിത്ത് തെളിവ് കേട്ടോ, ഞാൻ സൈഡിൽ തെളിവ് കൊടുക്കണ്ടേ, അത് കാണിക്കാം. ഞാനിപ്പോൾ അതിനകത്തൊന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ആദ്യം ഷോർട്സിൽ തന്നെ തുടങ്ങാം. ഷോർട്സിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു അലോയ് വീലിൻ്റെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നേ. ആ അലോയ് വീലിൻ്റെ ഷോർട്സ് ഇടാൻ നേരത്ത് നമുക്ക് കാണാം 1.2K നമുക്ക് വന്നിട്ടുണ്ട്, വ്യൂസ് വന്നിട്ടുണ്ട്. അതിന് സബ്സ്ക്രൈബേഴ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ റവന്യൂ ഉണ്ട് 0.01 ആണ് നമുക്ക് റവന്യൂ. ഞാൻ എൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത സാധനം കൊടുത്തേക്കാം, അതായത് ഇന്ത്യൻ റുപ്പിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എത്രയാണെന്ന് പറഞ്ഞാൽ അതും കൊടുത്തേക്കാം കേട്ടോ. 0.01 ഇത്രയും ഡോളറാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയേക്കുന്നത് കേട്ടോ. 1000 വ്യൂസ് വന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു 10,000 കിട്ടിയ ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചു തരാം. 10,000 കിട്ടിയ നമുക്ക് ചോർ ബസാറിലെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. നമ്മൾ ഈ ബോട്ടിൻ്റെ വാച്ച് ഇട്ടതിൻ്റെ അതിനകത്ത് 10.9 കിട്ടിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് $0.06 കിട്ടിയത്. $0.06 4 സബ്സ്ക്രൈബേഴ്സ്. 0.06 എത്ര ഇന്ത്യൻ റുപ്പീസ് വരുന്നുണ്ടെന്ന് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ, ഇതാണ് വരുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും മാക്സിമം കിട്ടിയിട്ടുള്ള, പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു 1,00,000 നോക്കാം. 1,00,000 വ്യൂസ് കിട്ടി എത്ര കിട്ടും നോക്കാം. ഷോർട്സിലാണ് നമുക്കൊരു ആക്ഷൻ ക്യാമറയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ 1,00,000 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് 198 സബ്സ്ക്രൈബർ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയിട്ട് $0.89 നമുക്ക് കിട്ടിയിരിക്കുന്നത്. $0.89 അതിൻ്റെയും ട്രാൻസ്ലേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്നേ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് വന്നേക്കുന്നത്, ഇത്രയാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്കൊരു വ്യൂസ് 1 മില്യൺ അടിച്ചായിരുന്നു. കാരണം 1 മില്യൻ്റെ ഞാൻ കാണിച്ചു തരാം. 1 മില്യൻ്റെ നമ്മൾ ഫോണിൻ്റെ ഒരു ഷോർട്സ് ഇട്ടേക്കുന്നത് 1 മില്യൺ ആ നേരത്ത് നമുക്ക് 764 സബ്സ്ക്രൈബേഴ്സ് ഒറ്റ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് കിട്ടിയത് നമുക്ക് $15.08 $15.08 1 മില്യൺ അടിച്ചതിൻ്റെ കേട്ടോ. 1 മില്യൺ അടിച്ചതിൻ്റെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വ്യൂസ് കൂടുന്നതനുസരിച്ച് 1000 2000 10,000-ഒന്നും കിട്ടില്ല, 50,000-ഒന്നും കിട്ടില്ല. അതിൽ നിന്ന് മേളിൽ 1,00,000 മേളിൽ പോലെ കിട്ടുള്ളൂ നമുക്ക് സെറ്റും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പം കണ്ടില്ല 1,00,000 കണ്ട് 1 മില്യൻ്റെ ഡിഫറൻസ് കണ്ടില്ല. 1 മില്യൺ അടിച്ചപ്പോൾ 15.08. ഈ സെയിം ഞാൻ ലോങ് വീഡിയോ കാണിച്ചു തരാം. ലോങ് വീഡിയോ വരുമ്പോൾ നമുക്ക് ലോങ് വീഡിയോ ഒത്തിരി ഒന്നും വ്യൂസ് കിട്ടിയിട്ടില്ലാത്ത ലോങ് വീഡിയോ വരുന്നത്. ഞാൻ 1000 വ്യൂസ് കിട്ടിയ ലോങ് വീഡിയോ ഉണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ്. 1000 കിട്ടിയ ലോങ് വീഡിയോ നമ്മൾ സരോജി നഗറിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. 1000 വ്യൂസ് കിട്ടിയിട്ടുള്ളത്. 1000 വ്യൂസ് കിട്ടിയതിനകത്തുനിന്ന് നമുക്ക് 8 സബ്സ്ക്രൈബേഴ്സും $0.38 ഇട്ട് 1000 വ്യൂസ് കിട്ടിയത് ഒരു വീഡിയോ ലോങ് വീഡിയോക്കകത്ത് നമുക്ക് കിട്ടിയതാണ് ഈ റവന്യൂ കേട്ടോ. ഞാൻ ട്രാൻസ്ലേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യൻ റുപ്പിയിലേക്ക് എത്ര വരുമെന്ന് ഇന്ത്യൻ റുപ്പിയിലേക്ക്. ഇനി നമുക്ക് 10,000 കിട്ടിയ ഒരു ഇത് നോക്കാം. 10,000 കിട്ടിയതിനകത്ത് നമ്മൾ ചോർ ബസാറിൽ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്, അതിനകത്ത് 10,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വാച്ച് അവേഴ്സ് നമുക്ക് കാണാം 672 അവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 178 സബ്സ്ക്രൈബേഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റവന്യൂ നമുക്ക് നോക്കാവേ. $2.77 ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് റവന്യൂ കിട്ടിയേക്കുന്നത്. അതായത് 10,000 ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് വന്നു കഴിഞ്ഞാൽ. മനസ്സിലായില്ല, ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് അടുത്ത ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് മാക്സിമം വ്യൂസ് കിട്ടി, അതായത് മാക്സിമം നമുക്ക് ഇതുവരെ ലോങ് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90,000 ആണ് കിട്ടിയേക്കുന്നത്. 1 lakh ഒന്നും ഇതുവരെ അടിച്ചിട്ടില്ല. 90,000 ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതും ചോർ ബസാറിൽ വീഡിയോ ആണ്, അത് ഞാൻ കാണിച്ചു തരാവേ. ഇത് കൊണ്ടോ 90,000 വ്യൂസ് കിട്ടിയതിനകത്തുനിന്ന് നമുക്ക് 5.6K വാച്ച് അവേഴ്സ് കിട്ടിയിട്ടുണ്ട്. 1.1K നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റവന്യൂ ഞാൻ പറയാവേ. $33.92 നമുക്ക് റവന്യൂ ഈ ഒരൊറ്റ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ കാണിക്കാം, എത്ര ഇന്ത്യൻ റുപ്പിയിലേക്ക് വരുമ്പോൾ എത്രയാവുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയതിൻ്റെ ഇത് റവന്യൂ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 1000 വ്യൂസ് നമുക്ക് വരുന്ന 1000 വ്യൂസ് 500 വ്യൂസിനൊന്നും നമുക്ക് ഒന്നും കിട്ടുന്നില്ല. മനസ്സിലായില്ല. നമുക്ക് വലിയ യൂട്യൂബേഴ്സൊക്കെ ഒരു എല്ലാ വീഡിയോക്കകത്തുനിന്ന് ഒരു 50,000 വ്യൂസ് വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു മാസം ഒരു 20,000-30,000 രൂപ വെച്ച് കിട്ടും. അപ്പം എനിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 മാസം കൂടുമ്പോൾ 10,000 രൂപ, അത്രയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാമെന്ന് തോന്നുന്നത്. 3 മാസം 4 മാസം കൂടുമ്പോൾ 10,000 രൂപയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പറഞ്ഞേക്കുന്ന പോലെ തന്നെ കഷ്ടപ്പാട് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ വരുമാനം ഇത്രയേ ഉള്ളൂ. അപ്പം വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
നമുക്ക് ഇടുന്ന ഒരു മാസത്തിൽ ഒരു 10-15 വീഡിയോ ഇടുന്നുണ്ട്. എല്ലാത്തിനും നമുക്കൊരു 50,000 വ്യൂസും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു 50,000 രൂപ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ലക്ഷവും മില്യണും അടിക്കുന്ന കാര്യം പറയണ്ടല്ലോ. പിന്നെ ലക്ഷവും മില്യണും അടിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയണ്ട. ഷോർട്സിനും അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ 1 മില്യൺ ഷോർട്സിന് ഞാൻ കാണിച്ചില്ല ഇത്രയും രൂപ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാ ഷോർട്സിനും മില്യൺ അടിക്കുന്ന ആൾക്കാരുടെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങൾ എത്ര വ്യൂസ് കിട്ടുന്നുണ്ടെന്ന്. അത്രയും വ്യൂസ് കിട്ടുന്നുണ്ട് നമുക്ക്, അത്രയും റവന്യൂ കിട്ടുന്നുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പം നമുക്ക് എന്താ പറയുന്നത്, അത്യാവശ്യം നല്ല വ്യൂസ് ഒരു എല്ലാ വീഡിയോയ്ക്കും 19 വ്യൂസ്, അല്ലെങ്കിൽ പിന്നെ ഡെയിലി വീഡിയോ ഇടുന്നവർക്ക് ഒരു 10,000-15,000 വ്യൂസ്, ഡെയിലി വീഡിയോ ഇടുന്നവർക്ക് 15,000 വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കും കിട്ടും. ഇതുപോലെ വേണമെങ്കിൽ നമുക്കൊരു 30-40 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. എല്ലാ വീഡിയോയ്ക്കും ഡെയിലി വീഡിയോ ഇടുന്നവർക്ക് 10-15,000 വ്യൂസ് വരുന്നവർക്ക്. നമുക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ല നമുക്ക് യൂട്യൂബ് റവന്യൂ ഒക്കെ എത്രയൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതാണ് നമ്മുടെ യൂട്യൂബ് ഇൻകം വരുന്നത്. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യുക, നമ്മളെ നല്ല കുറച്ചുകൂടി വ്യൂസ് കിട്ടാൻ വേണ്ടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ഗിവ് അവേസും കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ബേസിക് ഇൻകം, സാധാരണ യൂട്യൂബേഴ്സ് കിട്ടുന്ന ബേസിക് ഇൻകം. ഇതെനിക്ക് എന്താ പറയുന്നത്, ലീഗലാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇത് നമ്മുടെ യൂട്യൂബ് ബാൻ ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഞാനൊന്ന് ജസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ആൾക്കാർക്ക് താല്പര്യം ഒന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ അത് ഞാൻ എന്തായാലും ഞാൻ അതും പറഞ്ഞുതരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.